പല സമയത്തും എനിക്ക് തോന്നുന്നു വളരെ ലേറ്റ് ആയത് എനിക്ക് ഇതേപോലെ ഭയങ്കര ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മണി ഈസ് ഓൾസോ എനർജി. വെൻ വി സ്പെൻഡ് ഓൾസോ വി ഷുഡ് ബി ഹാപ്പി എന്ന്. യെസ്. എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പോഴും ഒരു 80% ആൾക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. സോ നമ്മുടെ ജിപേയിൽ ആ ശബ്ദം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൈസ എടുത്ത് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കുന്നവർ എത്ര കുറവാണ്. Yeah. എല്ലാവർക്കും എവ്രി വൺ ഫീൽ ബാഡ്. ഓയ്യോ ഞാൻ ഉണ്ടാക്കിയ പൈസയിൽ ഇത്രയും പോയി. നമ്മളൊരു EMI അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങുമ്പോൾ പോലും Yes. വി ആർ നോട്ട് ഹാപ്പി. വി ഹാപ്പി ദറ്റ് വി ഗോട്ട് ഇറ്റ്, ബട്ട് വി ആർ നോട്ട് ഹാപ്പി ദറ്റ് വി സ്പെൻഡ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ബേസിക്? Money, everything is energy. So money is also an energy. സോ ഇവിടെ ഷിബ്ല വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, ഷിബ്ല എൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഷിബ്ല വീട്ടിൽ വരുമ്പോൾ ഞാൻ ഒട്ടും ഷിബ്ലയെ വെൽക്കം ചെയ്യുന്നില്ല. ഞാനിങ്ങനെ എന്നുള്ളൊരു രീതിയിൽ നിൽക്കുവാണെങ്കിൽ, വിൽ യു ഫീൽ ടു കം അഗെയിൻ ടു മൈ ഹോം? നോ. വൈ? ബിക്കോസ് യു ആർ നോട്ട് ഫീലിംഗ്, യു ഡിഡൻറ്റ് ഫീൽ ദാറ്റ് വെൽക്കമിങ് ഒരിത് നമുക്ക് ഫീൽ ചെയ്തില്ല. യു ഡിഡൻറ്റ് ഫീൽ ദാറ്റ് ഞാൻ വെൽക്കം ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടാവും അവിടെ. ഇത് ഇനി മണിയിലേക്ക് വരാം. മണി നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കിട്ടുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. വാവ്, ഐ എം ഹാപ്പി. നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുകയാണ്, പക്ഷേ പോയല്ലോ, അത് തീർന്നല്ലോ അതിൻ്റെ ഇതിൽ. സോ ഷിബ്ല എൻ്റെ വീട്ടിൽ കയറി വന്നപ്പോൾ ഞാൻ നന്നായിട്ട് വെൽക്കം ചെയ്തു, ഭയങ്കര സന്തോഷമായി. പക്ഷെ ഷിബ്ല പോകുമ്പോൾ ഞാൻ ഭയങ്കര മോശമായിട്ട് മുഖവും വീർപ്പിച്ച് ഓക്കെ എന്നുള്ളൊരു രീതിയിലാണ് പോകുന്നതെങ്കിൽ again തോന്നില്ല. സോ നമ്മൾ മണി വരുമ്പോഴും വെൽക്കം ചെയ്യാത്ത ആൾക്കാരുണ്ട്. വെൽക്കം ചെയ്യാത്ത ആൾക്കാരുണ്ട്. അല്ലെന്ന് തോന്നുന്ന ആൾക്കാരല്ലേ? അല്ല, അയ്യോ ഇത്രയേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇത് പോരാ, അല്ലെങ്കിൽ പേടി, അയ്യോ ഇത് കുറേ ആവുന്നുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. കുറേ ഉണ്ടല്ലോ, അയ്യോ ലോട്ടറി. ഹാവ് യു ഹേർഡ് അബൌട്ട് ദ ലോട്ടറി തിയറി? അതായത് ലോട്ടറി കിട്ടിയവരാരും പിന്നീട് അല്ലേ അത് അവർ സക്സസ് ആവുന്നത് വളരെ വളരെ ഇത് ലിറ്ററലി ഉള്ള ഒരു സ്റ്റഡിയാണ് കേട്ടോ. അതായത് ലോട്ടറി നമുക്ക് അടിച്ചു കഴിയുമ്പോൾ, നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ലോട്ടറി അടിച്ചു കഴിയുമ്പോൾ അതുകൊണ്ട് സക്സസ് ആയിട്ടുള്ള ആൾക്കാർ പെർസെൻറ്റേജിൽ വളരെ കുറവ്, ലെസ് ദാൻ 5% ആണ്. ബിക്കോസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു 10 കോടി കിട്ടുന്നു, എനിക്ക് തന്നെ അതിനെ വിശ്വാസമില്ല. സോ എനിക്കത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ അത് വഴുതി പോകും. എനിക്കതിൽ ഉള്ള കപ്പാസിറ്റി വേണം. യു ഷുഡ് ഏബിൾ ടു ഹോൾഡ് ഇറ്റ് ഇൻ എ വേ ലൈക്ക് വി ഡിസേർവ് ഇറ്റ്. അല്ലെങ്കിൽ അത് നമ്മളുടെ കയ്യിൽ നിന്ന് വഴുതി പോകും, കാരണം നമ്മളുടെ അവിടെ ഇരിക്കില്ല. സോ സെയിം ലൈക്ക് ഇത് ഉൾട്ടേ, നമ്മൾ മണി പോകുമ്പോഴും നമുക്ക് ഈ ഒരു പേടിയാണ്, അയ്യോ പൈസ തീർന്നല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷിബ്ല നേരത്തെ പറഞ്ഞ കാര്യം പോലെ, നമ്മളിപ്പോൾ ഒരു നല്ല ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് വാങ്ങിക്കുന്നു. ആ ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ അതിനൊരു 10,000 റുപ്പീസാണ്. 10K ഇപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അത്രയും പോയല്ലോ, എന്തിന് ഞാൻ ആ 10K കൊടുത്ത് വാങ്ങിച്ചു. സി, എനിവേ യു ബ്രോട്ട് ഇറ്റ്. Whenever you spend money, this is a small tip you can practice in your daily life. Say thank you and കറങ്ങി എല്ലായിടത്തും പോയി തിരിച്ച് വാ കേട്ടോ. സി, അപ്പോൾ നമ്മൾ അതിന് തിരിച്ച് വെൽക്കം ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കം ബാക്ക് ബിക്കോസ് യു ഫെൽറ്റ് ദാറ്റ് വെൽക്കമിങ്. അല്ലെങ്കിൽ ആ ഒരു നമ്മൾ തിരിച്ച് വരണം എന്നുള്ളൊരു ഇത് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ യു ഫീൽ ലൈക്ക് അഗെയിൻ ഗോയിങ് ബാക്ക്. സോ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നെഗറ്റീവ് എന്നുള്ള ഒരു ലോവർ വൈബ്രേഷൻ എനർജി, അയ്യോ പോയല്ലോ, യു ആർ ഇൻ ദാറ്റ് വൈബ്രേഷൻ ഓഫ് ലാക്ക്. ആ ലാക്കുള്ളടുത്ത് തിരിച്ചു വരാൻ തോന്നില്ല നമുക്ക്, കാരണം എപ്പോഴും അയ്യോ ഇല്ലല്ലോ, തീർന്നല്ലോ, പോയല്ലോ. യു ആർ ഇൻ ദാറ്റ് കംപ്ലെയിനിങ് മോഡ്, യു ആർ ഇൻ ദാറ്റ് സാഡ് മോഡ്, യു ആർ ഇൻ ദാറ്റ് ലാക്ക് മോഡ്. ഞാൻ പറഞ്ഞില്ലേ, ക്വീൻ ആവണമെങ്കിൽ ക്വീനെ പോലെ ബിഹേവ് ചെയ്യാൻ. ആ ഫ്രീക്വൻസി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ആ ഫ്രീക്വൻസി നമ്മളിലേക്ക് വരുള്ളൂ. സോ എൻ്റെ കയ്യിൽ പൈസ കുറയുമ്പോൾ ഞാൻ സ്പെൻഡ് ചെയ്യും. അതിന് ഓപ്പോസിറ്റാണ്, ഞാൻ സ്പെൻഡ് ചെയ്തിട്ട് പോയിട്ട് വാ. ആ സമയത്തായിരിക്കും ഞാൻ കൂടുതലും എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും. അപ്പോൾ അയ്യോ ഒന്നാമത് പൈസ കുറവാണല്ലോ, അപ്പോൾ ഇനിയും ഞാൻ സ്പെൻഡ് ചെയ്യണോ എന്നുള്ളൊരു അതിൽ വർക്ക് ചെയ്യും, ഞാൻ ആ ഫിയറിൽ വർക്ക് ചെയ്യും. സോ അങ്ങനെ വർക്ക് ചെയ്ത് നമ്മൾ ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യുമ്പോൾ മണി ഈസ് ഓൾസോ ആൻ എനർജി, ഇറ്റ് വിൽ ഫ്ലോ ടു യു. സോ മണി ഈസ് എ സൈക്കോളജി. മണി ശരിക്കും ഭയങ്കര സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ എനർജി രീതിയിൽ കാണുവാണെങ്കിൽ ഇറ്റ് ഫ്ലോസ്, ഇറ്റ് ജസ്റ്റ് ഫ്ലോസ്. ദ ഓൺലി തിങ് ഇസ് വി ഡോണ്ട് നോ ഹൗ ടു ടാപ്പ് ഇൻ ടു ദാറ്റ് ഫ്രീക്വൻസി. സോ അത് സിമ്പിളുമാണ്, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, പക്ഷെ നമുക്കത് അറിയില്ല.
അപ്പോൾ അറിയില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. സോ ഇതൊരു ടിപ്പാണ്. എപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴും ആ ഒരു റിഗ്രറ്റ് ഗിൽട്ട് ഫീലിംഗ് ഇടാതെ പോയി കറങ്ങി തിരിച്ച് എല്ലായിടത്തും പോയി തിരിച്ച് വാ കേട്ടു എന്ന് പറയുമ്പോൾ യു വെൽക്കം ഇറ്റ് ബാക്ക് ആൻഡ് ഇറ്റ് വിൽ കം ബാക്ക്. ഇനി വരാത്തതെന്താ ഞാൻ 10,000 രൂപ സ്പെൻഡ് ചെയ്തു എന്നിട്ട് എന്താ വരാത്തത്? സോ ദ മിനിറ്റ് യു ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്, ആ തിരിച്ചു വരുന്ന പാത്തിൽ നമ്മൾ ഓരോ ബ്ലോക്ക് വെക്കുകയാണ്. അത് വരട്ടെ, സറണ്ടർ എഗെയിൻ, യു നീഡ് ടു സറണ്ടർ. അത് ഹോൾഡ് ചെയ്യാറാകുമ്പോൾ എൻ്റെ അടുത്തെത്തും, അത് വന്നോളും. ഇപ്പോൾ നമ്മൾ മുങ്ങിച്ചാവാൻ നിൽക്കുമ്പോഴും ശരിക്കും നമ്മൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും ഇപ്പോൾ ജോ എന്നോട് എപ്പോഴും പറയുമോ, അത് നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. മുങ്ങിച്ചാവുകയാണെങ്കിലും ഞാൻ രക്ഷപ്പെടും ശരിക്കും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഞാൻ രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ അവിടെ ഒരു വേ വരും. ബിക്കോസ് യു ആർ ചേഞ്ചിങ്, യു ആർ ഇൻട്രപ്റ്റിംഗ് ദാറ്റ് പാറ്റേൺ. ഞാൻ പറയാം, വാട്ട് യു ബിലീവ് യു ക്യാൻ ക്രിയേറ്റ് വിച്ച് ഈസ് അലൈൻഡ്. പിന്നെ ചില കാര്യങ്ങൾ, അത് ആൾക്കാരുടെ ഒരു സംശയമാണ്, ചില കാര്യങ്ങൾ നമ്മൾ എത്ര ബിലീവ് ചെയ്തിട്ടും എന്താ നടക്കാത്തത്? ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഞാൻ വളരെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അതെന്താ നടക്കാത്തത്? ഇറ്റ് മൈറ്റ് നോട്ട് അലൈൻഡ് ഇൻ യുവർ പാത്ത്. ഞാൻ നേരത്തെ ആ ഡിവോഴ്സ് ചെയ്തൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അതല്ല നമ്മുടെ ലൈഫിൽ വരേണ്ടത്. ചിലപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ജന്മം കൂടെ ചിലപ്പോൾ നമ്മൾ കറങ്ങേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ കുറേ നാൾ ലൂപ്പാവേണ്ടി വരും. ഇപ്പോൾ ഈ കുട്ടി തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതെൻ്റെ ലൈഫിൽ സംഭവിക്കണ്ടായിരുന്നോ? ആ ആൾ എൻ്റെ ലൈഫിൽ പാർട്ട്ണറായിട്ട് വരണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ആ കുട്ടി ട്രോമയിൽ വർക്ക് ചെയ്യേണ്ടി വരികയാണ് ആ റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായ. അപ്പോൾ അത് വരാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു. യൂണിവേഴ്സ് ഇസ് പ്രൊട്ടക്റ്റിംഗ് യു. അപ്പോൾ അലൈൻഡ് അല്ലാത്തത് നമ്മളുടെ ഒരു പ്രെയർ നമ്മളിങ്ങനെ വെക്കണം എന്നാണ് ഞാൻ പറയാറ്. അതായത് വാട്ട് എവർ ഇസ് നോട്ട് അലൈൻഡ് ഇൻ മൈ പാത്ത്, ലെറ്റ് ഇറ്റ് നോട്ട് ഹാപ്പൻ. അത് സംഭവിക്കേണ്ട. അലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നാൽ മതി. സോ ഇഫ് സംതിങ് ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്, ഇറ്റ് ഈസ് നോട്ട് അലൈൻഡ്, ഓർ ഐ ആം നോട്ട് ഇൻ ദാറ്റ് ഫ്രീക്വൻസി ടു ഹോൾഡ് ഇറ്റ്. ഇൻ യു വോണ്ട് എ ഫെറാറി, യു ക്യാൻ ഹാവ് ഇറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, മണിയുടെ കാര്യത്തിൽ നിന്നുള്ള കാര്യമാണ്. പ്രൈവറ്റ് ജെറ്റ് എനിക്ക് വേണമെന്ന് ഞാൻ പറയുകയാണ്. ഭൂമി പ്രൈവറ്റ് ജെറ്റോ? അതൊക്കെ കുറച്ച് കൂടുതലല്ലേ? നമുക്ക് തന്നെ ഒരു ഫീലാണ്, നമുക്കൊക്കെ പ്രൈവറ്റ് ജെറ്റ് പറ്റുമോ? You are putting a limitation in your energy. So why can't you believe, why can't you trust that? ഇപ്പോൾ ചിലപ്പോൾ ഇപ്പം എനിക്കതിനുള്ള